അറിയോ? ആ വീട് പടച്ചോൻ ഒഴിവാക്കും. ഇത് ദുനിയാവെന്നാണ്. പരലോകത്ത് നിന്ന് പ്രവാചകൻ പറഞ്ഞ ഒരൊറ്റ വാചനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിലൂടെയാണ് വ്യഭിചാരത്തിൻ്റെ ഒരു ശിക്ഷ അള്ളാഹു വഹിയാക്കി കൊടുത്ത്. പ്രവാചകൻ പറയാൻ, എന്നെ 2 ആളുകൾ വന്ന്, മലക്കുകളാകാം, പ്രവാചകൻ പറയാൻ 2 ആളുകൾ വന്ന് ഇങ്ങനെ കൊണ്ടുപോയി കുന്നിൻ്റെ മുകളിലേക്ക്. അവിടെ ഞാൻ 2 വ്യക്തികളെ കണ്ടു. അവിടെ പ്രത്യേകത, അശദ്ദ ശൈഅൻ ഇന്തിഫാഹൻ, അവർ ശരീരം നന്നായി തടിച്ച ആളുകളായിരുന്നു. വ അൻതനഹു റീഹൻ, അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം കണ്ട് പുറത്തേക്ക് വമിക്കുക. കിലോമീറ്ററുകളോളം തടിച്ചവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധങ്ങൾ പുറത്തേക്ക് വരിക. കഅന്ന റീഹഹും അൽ മറാഹീൽ, മലം മണക്കുകയാണ് അവരുടെ ദുർഗന്ധം. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? മലം മണക്കുകയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ദുർഗന്ധം. ഞാൻ മൂക്ക് പൊത്തി, ഞാൻ ചോദിച്ചു, മൻ ഹഉലാ, ഇവരാരാണ്? നരകശിക്ഷ തുടങ്ങിയിട്ടില്ല, അതിന്റെ മുന്നേ കിലോമീറ്ററുകളോളം ഇവർ വൃത്തികെട്ടവരാണ്. ഇവരുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ഒളിക്കുന്നത്, പുറത്തേക്ക് വരുന്നത് മലത്തിനേക്കാളും വൃത്തികെട്ട ദുർഗന്ധമാണ്. മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ സമീപിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന ഇവർ ആരാണ്? പ്രവാചകനോട് പ്രവാചകൻ പറയാൻ, എനിക്ക് അവർ പറഞ്ഞു, ഹും അസ്സാനൂൻ വസ്സവാനി, വ്യഭിചരിച്ചവരും വ്യഭിചരിച്ച ആണും വ്യഭിചരിച്ച പെണ്ണുമാണ്. നിങ്ങൾ ഉണ്ടാകരുത്, ദയവേത്. ഞാൻ ആവർത്തിക്കുന്നു, ആർക്കെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അവിഹിതമായ ബന്ധമുണ്ടോ, നമ്മുടെ സ്വഭാവം മാറ്റും. അള്ളാഹ് പറഞ്ഞതാണ്, കൊലപാതകത്തേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇണ മക്കൾ നമ്മളെ എന്നേക്കുമായി ഒഴിവാക്കും. നമ്മുടെ ജീവിതത്തിൽ പരലോകത്തും ദുനിയാവിലും അപമാനം ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ.